Hello students, the next topic is control of processor unit. Control of processor unit means how a control logic can control the activities of processor unit. Here we consider a microprogrammed control logic for controlling the activities of a processor unit. Okay, see this diagram. This is the block diagram of microprogram control for processor unit. ഇവിടെ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റിൻ്റെ കൂടെ ഒരു പ്രോസസ്സർ ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൺട്രോൾ മെമ്മറി, CAR, MUX1, MUX2 ആൻഡ് പ്രോസസ്സർ യൂണിറ്റ്. ഫസ്റ്റ് വൺ കൺട്രോൾ മെമ്മറി. ഓക്കെ, കൺട്രോൾ മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 64 വേർഡ്സ് ആണ്. ഓക്കെ, ഓരോ വേർഡിൻ്റെയും ലെങ്ത്ത് 26 ബിറ്റ്സ്. സോ ഈ 64 വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ 6 ബിറ്റ്സ് അഡ്രസ്സ് വേണം, റൈറ്റ്? ഓക്കെ, ദെൻ കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന വേർഡിനെ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 26 ബിറ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് 16 ബിറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഈസ് കണക്റ്റഡ് ടു പ്രോസസ്സർ യൂണിറ്റ്. ഓക്കെ, ഈ ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോസസ്സർ യൂണിറ്റ് ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ബേസിലായിരിക്കും പ്രോസസ്സർ യൂണിറ്റ് എന്താ ഡിഫറെൻറ്റ് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ 17th ബിറ്റ് ഇറ്റ്സ് കണക്റ്റഡ് ടു MUX1 സെലക്ഷൻ ലൈൻ. ഓക്കെ, ഈ ഒരു സെലക്ഷൻ ലൈനിൻ്റെ ബേസിലായിരിക്കും മക്സ് ഏത് അഡ്രസ്സ് CRIയിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെലക്ഷൻ ലൈനിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഓക്കെ പ്രസൻറ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ഫീൽഡിലെ അഡ്രസ്സ് CRIയിലേക്ക് ലോഡ് ചെയ്യും. 0 ആണെങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ്സ് CRIയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ 18, 90, 20th ബിറ്റ് വിച്ച് കണക്റ്റഡ് ടു MUX2 സെലക്ഷൻ ലൈൻ. ഓക്കെ, MUX2ന് 8 ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഈ സെലക്ഷൻ ലൈനിൻ്റെ ബേസിൽ MUX വിൽ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ 21 to 26th bits is connected to input of the MUX1, okay, which act as a address of various micro instruction present in the control memory. Okay, next control address register. CRI holds the address for the control memory. CRI is a counter with a parallel load capacity. Okay, the input into CRI is a function of bit 17 in the micro instruction. That means 17th bit is connected to MUX1 selection line. Okay, so ഈ 17th bit 1 ആണെങ്കിൽ CRI receive address of the micro instruction. Okay, 0 ആണെങ്കിൽ എന്താണ് an external address is load into CRI. Okay, നെക്സ്റ്റ് ഇനാബിളിംഗ് ദ ലോഡ് കൺട്രോൾ ഓഫ് CRI. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് CRI ഇസ് ദ കൗണ്ടർ വിത്ത് പാരലൽ ലോഡ് കപ്പാസിറ്റി. ഓക്കെ, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു പെർഫോമിംഗ് ലോഡിംഗ് ആൻഡ് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ ഓഫ് CRI. ഓക്കെ, എനിക്കിവിടെ കാണാം ദ സ്റ്റാറ്റസ് ബിറ്റ്സ് ഓഫ് പ്രോസസ്സർ യൂണിറ്റ് ഈസ് കണക്റ്റഡ് ടു ഇൻപുട്ട് ഓഫ് MUX2. ഓക്കെ, ഇവിടെ എത്ര ഇൻപുട്ട് ഉണ്ട്? 8 ഇൻപുട്ട് ഉണ്ട്. MUXൻ്റെ ഒരു ഇൻപുട്ട് എപ്പോഴും 1 ആയിരിക്കും. അതർ ഇൻപുട്ട് C കോംപ്ലിമെൻറ്റ് Z കോംപ്ലിമെൻറ്റ് S കോംപ്ലിമെൻറ്റ് V എന്ന് പറയുന്നത് എന്താണ്? ഓവർഫ്ലോ ബിറ്റാണ്. ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റസ് ബിറ്റാണ്. ദെൻ MUX ഏത് സ്റ്റാറ്റസ് ബിറ്റ് സെലക്ട് ചെയ്യണം? അതാരാണ് ഡിസൈഡ് ചെയ്യുന്നത്? 80, 90, 20th ബിറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇറ്റ് മേ ബി 0 or 1. ഓക്കെ, ദെൻ MUX2ൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദാറ്റ് മീൻസ് ഇൻപുട്ട് അഡ്രസ് ഈസ് ലോഡ് ഇൻ ടു CRI. എന്തൊക്കെയാണ് ഇൻപുട്ട് അഡ്രസ്സ്? എക്സ്റ്റേണൽ അഡ്രസ്സ്, ദെൻ അഡ്രസ് ഫീൽഡ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ MUX2ൻ്റെ ഔട്ട്പുട്ട് 0 ആവുന്ന കേസിൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കറൻറ്റ് അഡ്രസ് ഓഫ് CRI is incremented. Okay, then for example 80, 90, 20th ബിറ്റ് 0, 0, 0 ആവുന്ന കേസിൽ MUX ഏത് ഇൻപുട്ട് സെലക്ട് ചെയ്യും?
സീറോത്ത് ഇൻപുട്ട് സെലക്ട് ചെയ്യും. അതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ MUX 2ൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലോഡ് ഇൻപുട്ട് ഇനേബിൾ ആവുന്ന കേസിലാണ് എന്ത്? ഇൻപുട്ട് അഡ്രസ്സ് CRIയിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റാറ്റസ് ബിറ്റ്. ഓരോ മൈക്രോ പ്രോഗ്രാം കറക്റ്റായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ ഓരോ മൈക്രോ ഓപ്പറേഷനിലും ഏതൊക്കെ സ്റ്റാറ്റസ് ബിറ്റ് എഫക്റ്റ് ആയെന്ന് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഈ സ്റ്റാറ്റസ് ബിറ്റ് എന്താണ്? ഇവിടെ ക്ലിയർലി ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ എല്ലാ മൈക്രോ ഓപ്പറേഷനും സൈൻ ആൻഡ് സീറോ ഫ്ലാഗിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഓർ, ആൻഡ്, എക്സോർ, കോംപ്ലിമെൻറ്റ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ഈ ഓപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ ഓപ്പറേഷൻ്റെ കേസസിലും CNV സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാരി ആൻഡ് ഓവർഫ്ലോ ബിറ്റ്. ഓക്കെ, ദെൻ സർക്കുലർ ഷിഫ്റ്റ് വിത്ത് ക്യാരി ഓപ്പറേഷൻ്റെ കേസിൽ എന്താണ്? ക്യാരി ബിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഓൾ അബൌട്ട് കൺട്രോൾ ഓഫ് പ്രോസസ്സർ യൂണിറ്റ്. നിങ്ങൾ ആ ഡയഗ്രാം നന്നായി ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.